എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. മുൻഗണനാ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റേണ്ട കാര്യമായാലും മസ്റ്ററിങ്ങിന്റെ കാര്യമായാലും തെളിമ പദ്ധതി ആയാലും നിരവധി കാര്യങ്ങളാണ് റേഷനുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പല ആളുകൾക്കും റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള ഓരോ റേഷൻ കാർഡുള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത് മസ്റ്ററിംഗ് തന്നെയാണ്. മസ്റ്ററിംഗ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. 30-ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നീട്ടുമോ എന്നുള്ളത് അറിയില്ല. മസ്റ്ററിംഗ് ചെയ്യാത്ത ലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്തുണ്ട് എന്നും അവരെ കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ് എന്നും അനൗദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഉള്ള ആളുകൾ റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ, CSC കേന്ദ്രങ്ങൾ മുഖേനയോ സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നൊന്ന് വിശദമായിട്ട് വീഡിയോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വീണ്ടും വിശദീകരിച്ച് സമയം കളയുന്നില്ല. അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങളെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ട് രീതിയിലാണ് റേഷൻ മുടങ്ങുക. അതായത് ഒന്ന്, പൂർണ്ണമായിട്ടും റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റു ചിലരെ NRK രേഖപ്പെടുത്തുകയാണ് എങ്കിൽ അവരുടെ റേഷൻ താൽക്കാലികമായി തടഞ്ഞു വെക്കും. പക്ഷേ അവരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കില്ല. NRK രേഖപ്പെടുത്താത്ത എല്ലാ ആളുകളെയും റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്ന നടപടിയിലേക്ക് കടന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇനിയും ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് BPL, പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലേക്ക് മാറാനുള്ള സമയമാണ്. ഡിസംബർ 10 വരെയാണ് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ അടുത്ത ഘട്ടത്തിൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടാൻ കഴിയൂ. നമുക്കറിയാം, പുതുതായിട്ട് ഒരു റേഷൻ കാർഡിന് അപേക്ഷിച്ചാൽ എല്ലാവർക്കും വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത്. അത് പിന്നീട് ഇത്തരം അവസരങ്ങളിൽ അപേക്ഷ നൽകിയിട്ടേ മാറാനേ കഴിയുള്ളൂ. എത്ര പാവപ്പെട്ട ആളുകളാണെങ്കിലും വെള്ള റേഷൻ കാർഡിൽ കേവലം 2 കിലോ അരി അല്ലെങ്കിൽ 4 കിലോ അരി കൊണ്ടൊക്കെ തൃപ്തിപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അർഹതയുള്ള ആളുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ആർക്കൊക്കെയാണ് അർഹത എന്നുള്ളതും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നുകൂടി പറയാം. സ്വന്തമായിട്ട് 4 ചക്ര വാഹനം ഉള്ള ആളുകൾ, 1 ഏക്കറിലധികം പുരയിടം ഉള്ള ആളുകൾ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ള ആളുകൾ, സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, ആദായ നികുതി അടക്കുന്ന ആളുകൾ, 25,000 രൂപയ്ക്ക് മുകളിൽ മാസ വരുമാനം ഉള്ള ആളുകൾ, അത് വിദേശ വരുമാനമാണ് എങ്കിലും അതിൽ ഉൾപ്പെടും. ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്കൊന്നും മുൻഗണനാ വിഭാഗമായ റേഷൻ കാർഡ് BPL റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അർഹതയില്ല. അങ്ങനെയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. അല്ലാത്ത ആളുകൾക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാം, പക്ഷേ എല്ലാവർക്കും കിട്ടില്ല. മുൻഗണനാ മാനദണ്ഡങ്ങൾ നോക്കി നിശ്ചിത മാർക്ക് കണക്കാക്കി മിനിമം 30 മാർക്ക് ലഭിക്കുന്നവർക്കായിരിക്കും ഈ മുൻഗണന റേഷൻ കാർഡ് ലഭിക്കുക. അതായത് വൃക്ക രോഗികൾ, ക്യാൻസർ രോഗികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, പൂർണ്ണമായിട്ടും കിടപ്പിലായിട്ടുള്ള ആളുകൾ, വനിതകൾ, ഗൃഹനാഥകളായിട്ടുള്ള കുടുംബങ്ങൾ, സർക്കാരിൻ്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, സർക്കാരിൽ നിന്ന് ലൈഫ് ഉൾപ്പെടെയുള്ള വീട് ലഭിച്ചിട്ടുള്ള ആളുകൾ, BPL ലിസ്റ്റിന് അർഹരാണ് എന്ന് പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകിയവർ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് മുൻഗണന റേഷൻ കാർഡിന് നിശ്ചിത മാർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുക. ഒന്നും ഇല്ല എങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ച് നിങ്ങൾ അതിന് യോഗ്യനാണ് എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് സാക്ഷ്യപത്രം മേടിക്കുക. അതിന് ഫീൽഡ് ഓഫീസർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ആ ഒരു സാക്ഷ്യപത്രം കിട്ടുക. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പഞ്ചായത്തിലെത്തി ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി. 10-ാം തീയതി വരെയാണ് BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക. ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, തെളിമ പദ്ധതിയാണ്. തെളിമ ബോക്സ് എല്ലാ റേഷൻ കടകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഡിസംബർ 15 വരെയാണ് ബോക്സ് റേഷൻ കടയിൽ ഉണ്ടാകുക. നിങ്ങളുടെ റേഷൻ കാർഡിലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല. നിങ്ങൾക്ക് ആ തെറ്റ് തിരുത്തുന്നതിന് ആവശ്യമായ രേഖ സഹിതം അപേക്ഷ എഴുതി ഈ പെട്ടിയിൽ, റേഷൻ കടയിൽ ഉള്ള ഈ ഒരു പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതി. അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് വിവരം നൽകാനും ഈ പെട്ടി ഉപയോഗിക്കാം. മുൻഗണനാ റേഷൻ കാർഡിലേക്കുള്ള മാറ്റാനുള്ള അപേക്ഷ ഇതിൽ നിക്ഷേപിക്കാൻ പാടില്ല. വൈദ്യുതി, ഗ്യാസ് സംബന്ധിച്ച വിവരം
റേഷൻ കാർഡിൽ ചേർക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ആളുകളും ഈ 3 കാര്യവും മനസ്സിലാക്കണം. ഇല്ല എങ്കിൽ റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.